ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തിൽ പിറന്നവരുടെ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂരം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ചില സ്ഥലങ്ങളിൽ കുറച്ച് ദുരിതഭാവം നിൽക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് കോടതി കേസുകളിൽ, കോടതി വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. നിങ്ങൾ പെട്ടെന്നെടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഏത് തീരുമാനവും നന്നായിട്ട് ആലോചിച്ച് മാത്രമേ ഈ മാസങ്ങളിലേക്ക് എടുക്കാവൂ. നിങ്ങൾക്ക് ജീവിതത്തിലെ ഉണ്ടായിരുന്നൊരു നഷ്ടബോധം സദാ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ജോലിയായിക്കോട്ടെ, മറ്റേതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ, ഒരു നഷ്ടബോധം നിങ്ങളെപ്പോഴും ഇങ്ങനെ പിടിപെടുന്നതാണ് മനസ്സിൽ. ഒരു എന്താ പറയുക, വളരെ മാനസികമായിട്ട് നിങ്ങളെ തളർത്തുന്നതാണ്. നിങ്ങൾക്ക് എതിർപ്പുകളൊക്കെ ധാരാളം പല ഭാഗങ്ങളിലുണ്ടെങ്കിലും ഈശാനുഗ്രഹം കൊണ്ട് അതിനെയൊക്കെ നിങ്ങൾക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. ചില പൂരം നക്ഷത്രക്കാർക്ക് ഭൂമി വാങ്ങാനുള്ള യോഗമൊക്കെ കാണുന്ന ഒരു സമയമാണ്. എനിക്ക് എടുത്തു പറയേണ്ടത്, ഭാഗ്യാദേവനായിട്ട് സൂര്യനാണ് കർമ്മരംഗത്ത് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഗുണങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ധനയോഗം ഐശ്വര്യമൊക്കെ ധാരാളം ഉണ്ടാകുന്നൊരു സമയമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് വിദേശത്ത് തൊഴിൽ മാറ്റം നിങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. നിലവിൽ നിങ്ങളൊരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ കൂടുതൽ ശമ്പളമോ അതിൽ കൂടുതൽ നല്ല ജോലി, കുറേ കൂടി ഫ്രീഡമൊക്കെ ഉള്ളൊരു ജോലി ആണെന്ന് കരുതി നിങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നതല്ല. അത് ട്രാപ്പായിട്ട് മാറുന്നതാണ്. നിങ്ങളതിൽ പെട്ടുപോകുന്നതാണ്. ദയവായി നിങ്ങളങ്ങനെ ഇൻവൈറ്റ് ഏതെങ്കിലും കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് ഗുണകരമായിരിക്കും. എന്തായാലും നിങ്ങളുടെ തൊഴിൽ മാറ്റം നിങ്ങൾക്ക് ദോഷകരമായിട്ട് തന്നെയാണ് മാറുന്നത്. നിങ്ങൾ മാതാപിതാക്കളുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്ന ഒരു സമയമാണ്, അത് പരിഹരിച്ചു കൊടുക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് അധികാരപരിധിയൊക്കെ കൂടി വരുന്ന സമയമാണ്. നിങ്ങൾ ഗുരുതുല്യരായവരുടെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസം. നിങ്ങൾക്ക് അവസരോചിതമായ പ്രവർത്തനങ്ങൾ വൻ നേട്ടത്തിലേക്ക് എത്തിച്ചു തരുന്നതാണ്. അവസരങ്ങൾ നന്നായിട്ട് മുതലാക്കാൻ സാധിക്കുന്നത് ഗുണകരമായി ഭവിക്കും. നിങ്ങളുടെ പ്രായോഗിക ജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു അവസരമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. ഭരണ സംവിധാനങ്ങളിലെ അപാകതകളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ നിങ്ങൾ അഹോരാത്രം പ്രയത്നിക്കേണ്ടതായിട്ടൊക്കെ വരും. ജോലിയിലായിക്കോട്ടെ, മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, നിങ്ങളുടെ പോരായ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളൊക്കെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിനാൽ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതാണ്. നിങ്ങൾ കുടുംബത്തിലെ ചിലരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വിട്ടുവീഴ്ച മനോഭാവത്തോട് പ്രവർത്തിക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ സൗര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് വ്യാപാര മേഖലയിലൊക്കെ പുരോഗതി കാണുന്ന ഒരു സമയമാണ്. സ്വഭാവം മാറി താമസിക്കാനും ഇടയുണ്ട്. ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ചില സൗന്ദര്യപ്പണക്കങ്ങളുടെയൊക്കെ പേരിലോ ഭവനം മാറി താമസിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നിങ്ങൾ ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെങ്കിലും വിജയത്തിലെത്താൻ കഴിയാതെ വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടൊക്കെ ഉണ്ടെങ്കിലും അത് സക്സസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ, ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് പ്രയത്നിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ എന്താ പറയുക, ചുണ്ടിനും മൂക്കിനും ഇടയിൽ വെച്ച് തട്ടിത്തെറിച്ച് പോകും എന്നൊരു അവസ്ഥയുണ്ടല്ലോ, തൊട്ടടുത്ത് വന്നിട്ട് കിട്ടാതെ പോവുക. അത് അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ നിങ്ങൾ പിന്തിരിഞ്ഞ് പോകരുത്. പ്രയത്നിക്കുന്നത് എന്താ പറയുക, ഫലം കിട്ടും വരെ പ്രയത്നിക്കണമെന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത
നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞാൽ പോരല്ലോ, അതിലെന്തെങ്കിലും അപാകതകൾ കാണും. നമ്മൾ എന്താ പറയുക, നമുക്കിത് ലഭിക്കാതിരിക്കാൻ. അപ്പോൾ അതെന്താണെന്ന് പഠിച്ച് അത് പരിഹരിച്ച് വീണ്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങളുടെ അവസരോചിതമായ ഇടപെടൽ മൂലം അനിഷ്ട സംഭവങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കി കിട്ടാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദേശ ജോലി കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ഓഫറൊക്കെ കിട്ടിയിട്ട് നിങ്ങളെ മറ്റൊരു നിലവിലുള്ള കമ്പനി ഉപേക്ഷിച്ച് മറ്റൊരു കമ്പനിയിലേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ചെന്നത് ഒരു ട്രാപ്പായിരിക്കാം. അപ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ പ്രഷർ കാരണം നിങ്ങൾ ആ ജോലി ഉപേക്ഷിച്ച് വിദേശ ജോലിയെ നിർത്തി നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദേശ ജോലി സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക. കഴിയാവുന്നതും നിലവിലുള്ള ജോലിയിൽ തൃപ്തിപ്പെട്ട് കുറച്ച് നാൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും ചിലരൊക്കെ വിദേശ ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഗുണകരമാണെങ്കിലും തൊഴിൽ രംഗത്ത് ചില പോരായ്മകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ ഞായറാഴ്ച സൂര്യഗ്രഹ ദർശനം നടത്തുക, സൂര്യഗ്രഹ പൂജ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് സാധിക്കാത്തവർ ഞായറാഴ്ച സൂര്യ ഭജന രാവിലെ കുറച്ച് പുഷ്പങ്ങളും നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് പുഷ്പങ്ങളർച്ചന നടത്തിയിട്ട് സൂര്യഭജന നടത്തുന്നത് ഗുണകരമായിരിക്കും. അത് സാധിക്കാത്തവർ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം അത്യാവശ്യമാണ്. മൃത്യുഞ്ജയ ഹോമം നടത്തേണ്ടത് അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുക. ഒപ്പം വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, അഷ്ടദ്രവ്യങ്ങൾ കൂട്ടിയിട്ടുള്ള മഹാഗണപതി ഹോമം നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ഹോമമായിട്ടല്ല ഞാൻ പറയുന്നത്. ഒത്തിരി ആൾക്കാർ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം രാവിലെ ഉണ്ടാവും. അതുകൂടെ നമ്മുടെ ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത് ഗുണകരമായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ, ആപത്തുകളൊക്കെ ഒഴിഞ്ഞു പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.